പള്ളി പരിപാലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഭാഗങ്ങളെ നമ്മളതാ പഠിക്കാൻ പോകുകയാ. നാദാ അങ്ങനെ പരിപാലിച്ചുകൊണ്ട് ഈമാനോടെ ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവിന് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവന്റെ പള്ളിയാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ പള്ളി പരിപാലിക്കാനും അതിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞതല്ല, പള്ളി പരിപാലിച്ച് സ്വർഗത്തിലേക്കും പോകാം, പള്ളി പരിപാലിച്ച് നരകത്തിലേക്കും പോകാം. ഇതിപ്പോ ഒരു റോഡ് സൈഡിലെ പള്ളിയാണ് അല്ലെ ഉസ്താദെ? റോഡ് സൈഡ് പള്ളിയാണ്. ഇതെങ്ങോട്ട് പോണ റോഡാ? കർണാടക മെയിൻ റോഡാണ്, ഹൈവേ ആണ്. ഒരുപാട് യാത്രക്കാര് കയറുന്ന ഒരു പള്ളിയാകാൻ സാധ്യതയുണ്ട് അല്ലെ? ഉണ്ട്. ഞാൻ പറയാ, ഇപ്പൊ ഇവിടെ ഉണ്ടോന്നറിയില്ല. ഞങ്ങളൊക്കെ ഈ വഅലിന് പോകുമ്പോ ചില സമയങ്ങളിൽ പള്ളിയിൽ കയറിയിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒന്ന് പോകും. പള്ളിയിൽ കയറിയിട്ട് ബാത്റൂമിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഈ SBIയുടെ ATM പൂട്ടി വെച്ചിരിക്കുന്നത് പോലെയാ ചില പള്ളിയുടെ ബാത്റൂമുകൾ. ഫെഡറൽ ബാങ്കിന്റെ ഈ പൈസ സൂക്ഷിക്കുന്ന ലോക്കർ പൂട്ടി വെച്ചിരിക്കുന്നത് പോലെയാ ചില പള്ളികളുടെ ബാത്റൂം എന്ന് പറയുന്നത്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ചങ്ങാതി പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ പെട്ടെന്നൊന്നും ബാത്റൂമിൽ പോകണം. ഇത് നേരത്തെ നിശ്ചയിക്കാൻ, സുബൈ കഴിഞ്ഞിട്ട് പഠിച്ചോ നമ്മൾ അറിയിക്കോ, എടാ ഇന്ന സമയത്ത് നീ ബാത്റൂമിൽ പോകണമെന്നൊന്നും പറയാൻ പറ്റൂല. പള്ളിയിലേക്ക് വന്ന് ഈ ബാത്റൂമിലേക്ക് കയറാൻ പോകുമ്പോ സുബ്ഹാനല്ലാഹ് പൂട്ടിയിട്ടിരിക്കുമായിരിക്കും. നമ്മളങ്ങനെ പള്ളിയുടെ ഖത്തീബിനോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദെ ആ താക്കോലും തരും ഉസ്താദെ, മുട്ടിയട്ടെ ഉസ്താദെ താക്കോലും തരും. ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ട്, കമ്മറ്റിക്കാര് പറഞ്ഞിരിക്കണേ കൊടുക്കണ്ടെന്ന്. എന്താ പറഞ്ഞേ? കമ്മറ്റിക്കാര് പറഞ്ഞിരിക്കണേ കൊടുക്കണ്ടെന്ന. അല്ലാഹു നൽകുമാറാവട്ടെ, കാത്തിരിക്കുമാറാവട്ടെ. ചില പള്ളിയിലൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ ഓപ്പണാ. ബാത്റൂമിൽ കയറിയിട്ട് ലോക്ക് ഇടാൻ നോക്കുമ്പോൾ ലോക്ക് ഉണ്ടാവില്ല. നമ്മൾ വെള്ളം നിറച്ച ബക്കറ്റ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചോണം. ആരെങ്കിലും വന്ന് തുറന്നാൽ ഗുദാഹവ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ പള്ളി മാത്രമല്ല. നിങ്ങളുടെ വിചാരം പള്ളി പരിപാലനം എന്ന് പറയുമ്പോൾ ഉസ്താദ് ഈ കാണുന്ന ഒരു 2000-2500 സ്ക്വയർ ഫീറ്റിന്റെ അകത്ത് വരുന്ന ഈ ഒരു കെട്ടിടം മാത്രം പരിപാലിച്ചാൽ മതിയെന്നാണ് നമ്മുടെ വിചാരം. അല്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് എന്ത് പറഞ്ഞാലും ഇവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഇവരാരെയും പറ്റിയല്ല പറയണേ കേട്ടോ. പ്രസിഡന്റ് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. കാരണം വേറെ ഇവർ തന്ന വിഷയം എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആത്തൂര് ഭാഗത്ത് ഒരു വഅലിന് പോയി. വഅലിന് പോയപ്പോ അവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നൊരു ജിഫ്രി തങ്ങളുണ്ട്. അവിടുത്തെ കർണാടക ഒരു തങ്ങളാണ്, ജിഫ്രി കുടുംബമാണ്. ആ തങ്ങൾ എന്നോട് പറഞ്ഞു, ആഷിഖേ എടാ നീ വഅല് പറയുമ്പോ സ്റ്റേജിൽ ഈ 2 ബോക്സ് വെച്ചിരിക്കണത് എന്തിനാണെന്ന് ചോദിച്ചു. സ്റ്റേജിലിരിക്കണ ഈ 2 ബോക്സ് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തങ്ങളെ അത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാനല്ലേ. നമ്മൾ പ്രസംഗിക്കുമ്പോ ഇവിടെ എത്ര ശബ്ദം പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അറിയാൻ വെക്കണ 2 ഉപകരണങ്ങളല്ലേ തങ്ങളെ. ഞാൻ എന്ത് ചെയ്തു? തങ്ങളോട് തിരിച്ചു മറുപടി പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ആഷിഖേ അതല്ല, ദാരിമി അതിനല്ല വെച്ചിരിക്കണേ. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ വെച്ചിരിക്കണേ? എടാ നീ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളവും പാട്ടും ഇതൊക്കെ കൂത്തൊക്കെ കാണിക്കുമ്പോ എടാ ഈ 6 സ്പീക്കറിലൂടെ അല്ലെ 8 സ്പീക്കറിലൂടെ നാട്ടുകാർ മുഴുവനും നന്നാകുമ്പോൾ എടാ നിനക്കും കൂടി നന്നാകാൻ ഈ 2 സ്പീക്കർ വെച്ചതെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് മാത്രമല്ല, ഇവിടുത്തെ പ്രസിഡന്റിനോട് മാത്രമല്ല, ഇവിടുത്തെ ഉസ്താദന്മാരോട് മാത്രമല്ല, ഇത് എന്റെയും ജീവിതത്തിൽ പഠിക്കാനുള്ള കാര്യമാണ്. ചിലപ്പോൾ ഞാനും നാളെ ഒരു പള്ളി പ്രസിഡന്റ് ആകാം, പറയാൻ പറ്റൂല. ചിലപ്പോൾ ഞാനും നാളെ ഒരു പള്ളിയുടെ സെക്രട്ടറി ആകാം. ചിലപ്പോൾ ഇവിടെ ഇരിക്കണം നിങ്ങളും ഒരു പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആകാം. ഞാൻ നിങ്ങളോട് പറയാ, മോനെ ഈ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ ഇഖ്ലാസോടെ ആരെങ്കിലും ഒരാൾ പള്ളികൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ മുത്തുനബി പറയാ അവർ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ്.